അവൾ അവനെയും കൊണ്ട് പോയില്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണ്ടടി, അല്ലെങ്കിൽ നിന്നെക്കാളും മേച്ചേ അവനിക്ക് അവളെന്നെ. നോക്ക് എന്തൊരു ജോഡിയാ അവര്. നീ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഗോഷ്ടി കാണിച്ചോ? നിന്നെയും കൊണ്ട് അതിനെന്നെ പറ്റുള്ളൂ. ആ അവളിനെ കണ്ടു പഠിക്കടി. അവളുടെ ഡ്രസ്സൊക്കെ കണ്ടോ? എന്തൊരു ചന്ത കാണാൻ, എന്തൊരു സ്റ്റൈലാണ്. ഇതൊരുമാതിരി കരിയും പുകയും പിടിച്ച് നാറി മുഷിഞ്ഞും കൊണ്ട് വല്ല ചാണക ചപ്പ പോലെ ഉണ്ട്. പെണ്ണായാൽ മാത്രം പോരടി, ആണുങ്ങളിനെ മയക്ക് വശത്താക്കാനും കൂടി അറിയണം. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇപ്പൊ അത്ര കെട്ടി ഒരുങ്ങി മയക്കിയിട്ടും കാര്യമൊന്നുമില്ല. മോന്ത തന്നെയല്ലേ, അത് മാറൊന്നുമില്ലല്ലോ. അവനിക്കും കൂടി തിരിച്ചും താല്പര്യം തോന്നണ്ടേ? എനിക്ക് തോന്നുന്നതേ ഷമീറാന്റെ അടുത്ത് അവനിക്ക് എന്തോ താല്പര്യമുണ്ട്. അല്ലാണ്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങാനൊന്നും പോയില്ല. നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അവൾക്ക് അവന്റെ ജീവിതത്തിൽ കയറാം. നീ എന്ത് പറയണു? ഇതാ ഉമ്മാന്ന് വിളിച്ച നാവുകൊണ്ടേ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും വിളിപ്പിക്കണ്ട. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഞാനുള്ളത് തന്നെ പറഞ്ഞത്. പണ്ടേ എന്റെ മകനിക്ക് ഷമീറാന്റെ അടുത്ത് ഒരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അന്ന് അത് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഈ കുടുംബത്തിൽ നിന്ന് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലാണ്ട് ഷമീറാനെ ഇഷ്ടപ്പെടാണ്ടൊന്നല്ല. അവൾ അന്ന് നല്ല സുന്ദരിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ അവളെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് വേണ്ട പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ അതിന് മാറിയതാണ്. പിന്നെ അവനിക്ക് അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയല്ല അവൻ 2 വർഷം ഗൾഫിൽ പോയി നിന്നത്. പിന്നെ അവൻ വന്നിട്ടാണ് നിന്നിങ്ങട് കെട്ടി വലിച്ചും കൊണ്ട് വന്നത്. സത്യം പറഞ്ഞാലേ അവനിക്ക് നിന്നെ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് നിർബന്ധിച്ചപ്പോ അങ്ങോട്ട് കെട്ടിയതാ. ഞങ്ങള് നിർബന്ധിക്കാൻ കാരണം നിന്നെ പിടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ഈ സ്വത്തും മുതലൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, അവനും സമ്മതിച്ചു. അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഷമീറാൻ അങ്ങനെ കാണുമ്പോഴേ ആ പഴയ ഇഷ്ടം വന്നൂടാന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ ശരിയായില്ല.